പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ദുബായ് ഗ്രീക്കിൻ്റെ സൈഡിലാണ്. പോർട്ട് റാഷിദ് തുറമുഖം മുതൽ റാസ് അൽ ഖൂർ എന്ന് പറയുന്ന സ്ഥലം വരെ നീണ്ടു കിടക്കുന്ന ഒരു ചെറിയൊരു നദി, ചെറിയൊരു ക്രീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നീർച്ചാല് എന്നാണ് അർത്ഥം. അതിനടുത്ത കൂടെയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിയുടെ പുരാതനമായ ദുബായിൽ തന്നെ ഏറ്റവും തിരക്കുള്ള രണ്ട് ഭാഗങ്ങൾ ഈ ഗ്രീക്കിൻ്റെ രണ്ട് വശത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ബർദുബായും ഒരു ഭാഗത്ത് ദേരയും. പണ്ട് കാലത്ത് ജലഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന അബ്ര സർവീസുകൾ ഇപ്പോൾ ദുബായിയുടെ ടൂറിസത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു ബോട്ട് സംവിധാനം പോലുള്ളൊരു സംവിധാനം, പഴയ കാലത്തുള്ളൊരു ബോട്ട് സംവിധാനം ഇപ്പോഴും 4 സ്റ്റേഷനായിട്ട് ഒരു ദിവസം 5000-ഓളം ട്രിപ്പ് ഈ അബ്ര സർവീസ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഒരു ദിവസം 1,00,000-ഓളം ആളുകൾ ഈ അബ്ര ഉപയോഗിച്ച് ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് എന്ന്. വെറും 1 ദിർഹമുള്ളൂ, വെറും ഒറ്റ ദിർഹം. 1 ദിർഹമിന് നമുക്ക് ബർദുബായിൽ നിന്ന് ദേരയിലോട്ടോ, ദേരയിൽ നിന്നുള്ളവർക്ക് ബർദുബായിലോട്ടോ വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ വന്ന് അബ്രയിലേക്ക് കയറി അങ്ങനെ ദേരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രീക്ക് കൂടെ ഒരുപാട് ഇതുപോലുള്ള അബ്രകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദുബായ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും 1 രൂപക്ക് നമുക്ക് നല്ലൊരു യാത്രയാണ് ഇത് സമ്മാനിക്കുന്നത്. അങ്ങനെ ദേരയിൽ ഇറങ്ങി ദേരയിൽ നിന്ന് തിരിച്ച് ഞാൻ ഇപ്പോൾ ബർദുബായിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്, വേറൊരു അബ്രയിൽ കയറിയിട്ട്. ഈ സമയത്തൊക്കെ ഈ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, രാത്രിയിലാണ് അബ്ര സർവീസ് ഏറ്റവും മനോഹരമാവുക. കാരണം ഈ 2 സൈഡിലും കെട്ടിടങ്ങളൊക്കെ അലങ്കാര ദീപങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടും രാത്രിയിലാണ് ശരിക്ക് സജീവമാവുക. ശനിയാഴ്ചകളിൽ അതുപോലെ ഞായറാഴ്ചകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. എന്തായാലും 1 ദിർഹമിന് ഇതുപോലൊരു യാത്ര എന്നുള്ളതും നമുക്കൊരു ബോട്ട് യാത്ര എന്നുള്ളതും ദുബായ് നഗരത്തിലൂടെ എന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. വെറും 1 ദിർഹം മതി. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേരയിൽ നിന്ന് ബർദുബായി എത്താനായി. കുറേ അബ്രകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഒരുപാട് ഇതിൽ പണിക്കാരെല്ലാവരും അധികം ഇന്ത്യക്കാരെ തന്നെയാണ്. അങ്ങനെ ഇവിടെ വന്ന് ബർദുബായി തന്നെ വന്ന് ബോട്ട് ഒരു കരയോടെ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.